ഹലോ എവ്രി വൺ, ഇന്നൊരു 4 ടയർ വെഡ്ഡിംഗ് കേക്ക് ചെയ്താലോ, അതും വിപ്പിഡ് ക്രീമിൽ. അപ്പോൾ ഈ ഒരു ഓർഡർ എനിക്ക് തന്നിട്ടുള്ളത് സിൽവർ സ്പൂൺ ഇവൻസിൻ്റെ മാജിദ മാം ആണ് കേട്ടോ. അപ്പോൾ മാം വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് ആഷ് ആ ഒരു കളർ കോമ്പിനേഷനിലുള്ള ഒരു വെഡ്ഡിംഗ് കേക്കാണ്. ആക്ച്വലി ഞാൻ എൻ്റെ കേക്കിലൊന്നും ഒരുപാട് ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്യാത്ത ഒരാളാണ്, പ്രത്യേകിച്ച് വിപ്പിംഗ് ക്രീമിൽ. ഫോണ്ടൻറ്റിലൊക്കെ ആണെങ്കിൽ അത് വലിയ സീനൊന്നുമില്ല, പക്ഷേ വിപ്പിഡ് ക്രീമിൽ നമ്മൾ ഒരുപാട് ഡാർക്ക് കളേഴ്സൊക്കെ കൊടുക്കുമ്പോൾ കയ്യിലും വായിലൊക്കെ കളറാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു പാറ്റേണിലേക്ക് ഈ ഒരു കേക്ക് ചെയ്തത്. അടിയിലെ 2 ടയേഴ്സും ബ്ലാക്ക്, ടോപ്പിൽ ഒരു ആഷ് കളറും കൊടുത്തത്. കാരണം അടിയിലെ 2 ടയേഴ്സും ഡമ്മിയാണ്. ടോപ്പിൽ 2.5 kg ചോക്ലേറ്റ് ഹേസൽനട്ട് ഫ്യൂലിറ്റൈൻ കേക്കാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ കേക്കിൽ നമ്മൾ കുറച്ച് ഗോൾഡൻ ഫ്ലവേഴ്സും കൊടുക്കുന്നുണ്ട്. ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടൊരു ടോപ്പറും ചെയ്യുന്നുണ്ട്. ടോപ്പറിൻ്റെ സൈസ് എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട്. ടോപ്പർ ഞാൻ കൊടുത്തിരിക്കുന്നത് 5 ഇഞ്ചിലാണ്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഫുള്ളും സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് കേക്ക് ഡെലിവറി ചെയ്യാറുള്ളത്. ഇതുപോലെ കാറിൻ്റെ താഴെ വെച്ചിട്ട് തന്നെയാണ് കേക്ക് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് 8ൻ്റെ ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മളുടെ അടുത്ത് കസ്റ്റമർ അവിടെ 5:30ക്ക് എത്തിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ആക്ച്വലി അവിടെ എത്തിയപ്പോൾ 7 o'clock ആയിട്ടുണ്ടായിരുന്നു. നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, അത്രയ്ക്ക് ബ്ലോക്കായിരുന്നു. ഈ ഒരു ഫംഗ്ഷൻ വരുന്നത് ആൽഫ ഹൊറൈസണിലായിരുന്നു, എറണാകുളം. എൻ്റെ ഭാഗ്യത്തിന് അവിടെ ഗസ്റ്റ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും തന്നെ ആ ഒരു ബ്ലോക്കിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ശരിക്കും അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായിട്ടോ. കാരണം അത്രയും ടെൻഷൻ അടിച്ചിട്ടാണ് നമ്മൾ ആ ഒരു കേക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത്. കേക്ക് ഉണ്ടാക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ അത് ഡെലിവറി ചെയ്യുക എന്നുള്ളത്, പ്രത്യേകിച്ചും കറക്റ്റ് ടൈമിൽ. അപ്പോൾ കേക്ക് യാതൊരു കുഴപ്പമില്ലാതെ ഒരു 1.5 hour എടുത്തെങ്കിലും ഒരു കുഴപ്പമില്ലാതെ അവിടെ എത്തി കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്.